നിപ്പിൾ കൺഫ്യൂഷൻ എന്നാൽ എന്താണ്? ഈയിടെയായി ഇങ്ങനൊരു പ്രശ്നം നിരവധി അമ്മമാരെയും കുഞ്ഞുങ്ങളെയും കൺഫ്യൂഷനിലാക്കാൻ കാരണം ഈ കുപ്പിപ്പാലാണ്. ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പല അമ്മമാരും വിവിധ കാരണങ്ങളാൽ കുപ്പിപ്പാല് കൊടുത്തു തുടങ്ങുന്നു. ആദ്യമൊക്കെ ഇത് വല്ലപ്പോഴുമായിരിക്കും കൊടുത്തു തുടങ്ങുന്നത്. പിന്നെ അതൊരു ശീലമായി മാറും. കുഞ്ഞിന് പിന്നെ കുപ്പിപ്പാല് പരിചയമാവും. എന്നിട്ട് അമ്മ ഒരു ദിവസം മുലപ്പാൽ കൊടുക്കാൻ തുടങ്ങുമ്പോൾ കുഞ്ഞിന് അസ്വസ്ഥത തോന്നും, അല്ലെങ്കിൽ കൂടുതൽ നേരം കുടിക്കില്ല. കുഞ്ഞ് ആഗ്രഹിക്കുന്നത് വെറും കുപ്പിപ്പാലായിരിക്കും. ഇതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കുപ്പിപ്പാല് കൊടുക്കുമ്പോൾ പാൽ എളുപ്പം ഒഴുകും. കുഞ്ഞിന് പരിശ്രമം വളരെ കുറവായിരിക്കും മുലപ്പാൽ കുടിക്കുന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ. ഇങ്ങനെ സംഭവിക്കുന്നത് മിക്ക അമ്മമാരും ഞാൻ സൂചിപ്പിച്ചില്ലേ, വല്ലപ്പോഴും എന്ന് പറഞ്ഞ് കുപ്പിപ്പാല് കൊടുക്കും. പിന്നെ ഈ ശീലം പതിവാകും. അങ്ങനെ കുഞ്ഞിന് അത് ഒരു അഡിക്ഷനായി മാറും. ദയവായി കുപ്പിപ്പാല് കൊടുക്കുന്നത് ഒരു ശീലമോ അഡിക്ഷനോ ആക്കി മാറ്റാതിരിക്കുക. ഒന്നാമതായിട്ട്, കുപ്പിപ്പാല് കൊടുക്കുന്നത് ശുപാർശ ചെയ്തിട്ടില്ല. അത് പ്രതിഷേധാർഹമാണ്. വല്ലപ്പോഴുമൊക്കെ കൂടിയേ തീരുമെങ്കിൽ കാര്യബോധത്തോടെ അങ്ങനെ ചെയ്യാം. അതിനോട് അഡിക്ഷൻ ഉണ്ടാകുന്നത്ര ദീർഘിക്കാനും പാടില്ല. അത് നിപ്പിൾ കൺഫ്യൂഷന് കാരണമാകും.